നമസ്കാരം. ഷാംപൂയിങ് ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഷാംപൂയിങ് ചെയ്യുന്നതിനായി ക്ലയന്റിനെ പ്രിപ്പയർ ചെയ്യുക. മുടി ഷാംപൂ ചെയ്യാനായി ശരിയായ പ്രൊസീജിയർ പിന്തുടരുക. ഷാംപൂയിങ്ങിന് ആവശ്യമായ വസ്തുക്കൾ ഇവയാണ്: കോട്ടൺ ആവശ്യാനുസരണം, ഒരു ബോട്ടിൽ ഷാംപൂ, ഒരു പ്ലാസ്റ്റിക് ബൗൾ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ആവശ്യാനുസരണം എനി ഓയിൽ ഓഫ് ചോയ്സ്, ഒരു ബോട്ടിൽ ഓഫ് കണ്ടീഷണർ, ടവൽസ് ആവശ്യാനുസരണം, സലൂൺ സിങ്ക്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു തികഞ്ഞ മുടി സംരക്ഷണത്തിന് ഇടയ്ക്കിടെ മുടി ഷാംപൂ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടായിരിക്കണം. ഷാംപൂയിങ് പ്രൊസീജിയറിനായി ക്ലയന്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ക്ലയന്റിനെ സ്വാഗതം ചെയ്യുകയും അവരെ ഷാംപൂ സ്റ്റേഷനിലേക്ക് നയിക്കുകയും ചെയ്യുക. അവർ കംഫർട്ടബിൾ ആണെന്ന് ഷാംപൂയിങ് സേവനത്തിന് തയ്യാറാണെന്നും ഉറപ്പാക്കുക. ഇയറിംഗ്, നെക്ലേസ് അല്ലെങ്കിൽ ഹെയർ ക്ലിപ്സ് പോലുള്ള ഷാംപൂയിങ് ചെയ്യുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ആക്സസറികളോ ജ്വല്ലറിയോ നീക്കം ചെയ്യാൻ ക്ലയന്റിനെ സഹായിക്കുക. ഷാംപൂയിങ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് വസ്ത്രങ്ങൾ നനയാതിരിക്കാൻ ക്ലയന്റിന്റെ കഴുത്തിൽ ഒരു ടവലോ നെക്ക് സ്ട്രിപ്പോ വെക്കുക. തുടർന്ന് മുടിയിൽ ഓയിലിംഗ് തുടങ്ങുക. കാരണം ചില ക്ലയന്റ്സ് ഷാംപൂയിങ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് മുടിയിൽ എണ്ണ തേക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ഒരു സ്മാൾ ബൗളിൽ എണ്ണകളുടെ മിശ്രിതമോ ഉപയോഗിക്കുക. മികച്ച ഫലങ്ങൾക്കായി ഹോട്ട് വാട്ടറിൽ ബൗൾ വെച്ചുകൊണ്ട് ഡബിൾ ബോയിൽഡ് മെത്തേഡ് ഉപയോഗിച്ച് ഹീറ്റ് ദ ഓയിൽ ലൂക്ക്വാം ഓയിലിൽ കോട്ടൺ ബോൾ മുക്കി മുടി ഭാഗിച്ച് സ്കാൽപ്പിൽ പുരട്ടുക. സ്കാൽപ്പിനെ ഓയിൽ അബ്സോർബ് ചെയ്യാൻ ഏകദേശം 10 മിനിറ്റ് അനുവദിക്കുക. മികച്ച ഫലങ്ങൾക്കായി നിങ്ങളുടെ ക്ലയന്റിന്റെ ഹെയർ ഷാംപൂ ചെയ്യുന്നതിനുള്ള ശരിയായ നടപടിക്രമം ഇപ്പോൾ നമുക്ക് നോക്കാം. അവരുടെ തലയെ സിങ്ക് ശരിയായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും നെക്ക് സ്ട്രെയിൻഡ് ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കിക്കൊണ്ട് ഷാംപൂ ചെയറിൽ ക്ലയന്റിനെ സുഖകരമായി പൊസിഷൻ ചെയ്യുക. ഷാംപൂയിങ് ചെയ്യുന്നതിന് മുമ്പ് മുടി ശുദ്ധമായ വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം കോൾഡോ ഹോട്ടോ അല്ലെന്ന് ഉറപ്പാക്കുക. അതുകൊണ്ട് മുടി കഴുകാൻ ലൂക്ക് വാം വാട്ടർ മാത്രം ഉപയോഗിക്കുക. മുടി കഴുകുന്നത് മുടിയിലെയും സ്കാൽപ്പിലെയും ഡേർട്ട് നീക്കം ചെയ്യുന്നു. കൂടാതെ മുടി ഡെൻസ് ആണെങ്കിൽ ഷാംപൂയിങ് ചെയ്യുമ്പോൾ അത് ടാങ്കിൾഡ് ആവാതിരിക്കാൻ മുൻകൂട്ടി ബ്രഷ് ചെയ്യുക. ഷാംപൂയിങ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഉപഭോക്താവിന് സൂത്തിങ് അനുഭവം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്കാൽപ്പിൽ ആശ്വാസകരമായി മസാജ് ചെയ്യുക. ജെന്റിൽ സർക്കുലർ മോഷൻസിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്യാൻ നിങ്ങളുടെ ഫിംഗർ ടിപ്പുകൾ ഉപയോഗിക്കുക. ഷാംപൂ നന്നായി സ്കാൽപ്പിലും ഹെയറിലും പുരട്ടിയ ശേഷം വെള്ളത്തിൽ വാഷ് ചെയ്യുക. വാം വാട്ടർ ഉപയോഗിച്ച് എല്ലാ ഷാംപൂവും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കി മുടി നന്നായി കഴുകുക. ഷാംപൂവിന്റെ റെസിഡ്യൂ അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നെക്കിന്റെ നാപ്പിലും ചെവിക്ക് പിന്നിലും ശ്രദ്ധിക്കുക. കൂടാതെ മുടി കഴുകിയതിനു ശേഷവും മുടി കഴുകുമ്പോഴും വീണ്ടും വീണ്ടും മുടിയിൽ വിരലുകൾ ഓടിക്കരുത്. ഇത് ഹെയർ ബ്രേക്കേജിലേക്ക് നയിക്കും. ഉപഭോക്താവിന് മുടിയുടെ തരം അല്ലെങ്കിൽ ഉൽപ്പന്ന ബിൽഡപ്പ് നിലയെ ആശ്രയിച്ച് ഓപ്റ്റിമൽ ശുചിത്വം കൈവരിക്കുന്നതിന് ഷാംപൂയിങ് പ്രോസസ് ആവർത്തിക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. ആവശ്യമെങ്കിൽ മറ്റൊരു റൗണ്ട് ഷാംപൂ പുരട്ടി വീണ്ടും കഴുകുക. ഷാംപൂയിങ് ചെയ്ത ശേഷം ശരിയായ കണ്ടീഷണർ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ടീഷണർ പ്രയോഗിക്കുമ്പോൾ അത് മുടിയിൽ മാത്രമേ പ്രയോഗിക്കാവൂ. ഒരിക്കലും സ്കാൽപ്പിൽ പുരട്ടരുതെന്ന് ഓർമ്മിക്കുക. കണ്ടീഷണർ അലിഞ്ഞു ചേരുന്നതിനായി ഒരു നാണയ വലുപ്പത്തിൽ ചെറിയ അളവിൽ കണ്ടീഷണർ എടുത്ത് നിങ്ങളുടെ കൈപ്പത്തിയിൽ തടവുക. മുടി മുഴുവൻ തുല്യമായി പരത്തുക. മുടിയിൽ ആഗിരണം ചെയ്യാൻ ഇത് ഏകദേശം 5 മിനിറ്റ് ഇരിക്കട്ടെ. എല്ലാ കണ്ടീഷണറും കഴുകിക്കളഞ്ഞ് ഉറപ്പാക്കാൻ പ്ലെയിൻ വെള്ളത്തിൽ മുടി നന്നായി കഴുകുക. മുടി കഴുകിയ ശേഷം ആദ്യം മുടിയിൽ നിന്ന് വെള്ളം സ്വയം ഡ്രെയിൻ ചെയ്യട്ടെ. എന്നിട്ട് അബ്സോർബന്റ് ടവൽ ഉപയോഗിച്ച് പതുക്കെ വൈപ്പ് ചെയ്യുക. ക്ലയന്റിനെ സാവധാനം ഇരിക്കാൻ സഹായിക്കുക. ടവൽ അല്ലെങ്കിൽ നെക്ക് സ്ട്രിപ്പ് നീക്കം ചെയ്യുക. അവരുടെ മുഖത്തും കഴുത്തിലും അധികമായി വരുന്ന വെള്ളം ഡ്രൈ ടവൽ കൊണ്ട് തുടയ്ക്കുക.
വൃത്തിയുള്ള തൂവാല കൊണ്ട് മുടി ടൈ ചെയ്ത് ക്ലയന്റിനെ അവരുടെ സ്റ്റൈലിംഗ് സ്റ്റേഷനിലേക്കോ സീറ്റിലേക്കോ തിരികെ കൊണ്ടുപോവുക. ഇപ്പോൾ നിങ്ങൾ മുടി ഷാംപൂ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞതിനാൽ ഷാംപൂയിങ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അറിയേണ്ടത് പ്രധാനമാണ്. ഷാംപൂയിങ് ചെയ്യുന്നത് ഹെയറിൽ നിന്നും സ്കാൽപ്പിലെയും ഡേർട്ട്, ഓയിൽ, സ്വെറ്റ്, പ്രോഡക്റ്റ് ബിൽഡപ്പ് എന്നിവ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. പതിവായി ഷാംപൂ ചെയ്യുന്നത് സ്കാൽപ്പ് ഹൈജീൻ പ്രോത്സാഹിപ്പിക്കുന്നു. മുടിയെ മോയ്സ്ചറൈസ് ചെയ്യാനും സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു എണ്ണമയമുള്ള പദാർത്ഥമായ സെബം സ്കാൽപ്പ് സ്വാഭാവികമായും ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിരുന്നാലും അമിതമായ സെബം ഉൽപ്പാദനം ഗ്രീസി സ്കാൽപ്പിലേക്ക് നയിച്ചേക്കാം. ഇത് ഡേർട്ടിനെ അട്രാക്ട് ചെയ്യുകയും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഷാംപൂയിങ് ചെയ്യുന്നത് സെബം ഉൽപ്പാദനം നിയന്ത്രിക്കാനും ഹെൽത്തി സ്കാൽപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. സ്വെറ്റ്, അധികം ഓയിൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഘടകങ്ങൾ എന്നിവ കാരണം ഉണ്ടാക്കുന്ന അൺപ്ലസന്റായ ഓഡേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ ഷാംപൂയിങ് സഹായിക്കുന്നു. ഓഡർ കോസിംഗ് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസസിനെ കഴുകുന്നതിലൂടെ ഷാംപൂയിങ് മുടിയെ ഫ്രഷ് സ്മെല്ലിങ്ങും ക്ലീനുമായി നിലനിർത്തുന്നു. ആരോഗ്യമുള്ള സ്കാൽപ്പും മുടിയും നിലനിർത്താൻ ഷാംപൂയിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വൃത്തിയുള്ള സ്കാൽപ്പ് ഡാൻഡ്രഫ്, ഇച്ച്നസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പോലുള്ള സ്കാൽപ്പിലെ കണ്ടീഷന്റെ റിസ്ക് കുറയ്ക്കുന്നു. വൃത്തിയുള്ള മുടി സ്റ്റൈൽ ചെയ്യാനും മാനേജ് ചെയ്യാനും എളുപ്പമാണ്. ഷാംപൂയിങ് ചെയ്യുന്നത് മുടിയുടെ ഭാരം കുറയ്ക്കാൻ കഴിയുന്ന അധിക ഓയിലുകളും റെസിഡ്യൂകളും നീക്കം ചെയ്യുന്നു. ഇത് കൂടുതൽ വോള്യവും ബൗൺസും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാക്കാൻ അനുവദിക്കുന്നു. സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിന് ഇത് ഒരു വൃത്തിയുള്ള അടിത്തറ നൽകുകയും അവയെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വൃത്തിയുള്ളതും റിഫ്രഷ്ഡുമായ ഹെയറിന് ക്ഷേമവും കോൺഫിഡൻസും നൽകാൻ കഴിയും. വൃത്തിയുള്ള മുടി പലപ്പോഴും സോഫ്റ്ററും സ്മൂത്തറും കൂടുതൽ മാനേജബിളുമായി അനുഭവപ്പെടുന്നു. ഇത് മൊത്തത്തിലുള്ള മുടിയുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നു. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ആദ്യം, മുടി ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക. ശരിയായ അളവിൽ ഷാംപൂ എടുത്ത് തലയിൽ പുരട്ടുക. ഇത് വെള്ളത്തിൽ കഴുകുക. കണ്ടീഷണർ പുരട്ടി മുടി പ്ലെയിൻ വാട്ടറിൽ കഴുകുക. ഒരു ടവൽ ഉപയോഗിച്ച് മുടി ഡ്രൈ ചെയ്യുക. ഇതോടെ നമ്മൾ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഷാംപൂയിങ് ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.